ടോപ്പ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീരവാദം മുഴക്കിയ ബംഗ്ലാദേശിനെ പൂട്ടിച്ച് രോഹിത് ശർമ്മയും കൂട്ടരും 280 റൺസിന്റെ വിജയം സ്വന്തമാക്കി. ഇന്ത്യ ഉയർത്തിയ 515 റൺസിന്റെ വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ബംഗ്ലാദേശ് 234 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. 158-4 എന്ന നിലയിൽ നിന്നും ആദ്യ സെഷനിൽ തന്നെ ഓൾ ഔട്ട് ആവുകയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റുകൊണ്ട് മികച്ച പ്രകടനം നടത്തിയ രവിചന്ദ്രൻ അശ്വിന്റെ സെഞ്ചുറിയും കൂടാതെ രവീന്ദ്ര ജഡേജയുമായുള്ള പാർട്ണർഷിപ്പുമാണ് ഇന്ത്യക്ക് മികച്ച ടോട്ടൽ നേടിക്കൊടുത്തത്. രണ്ടാം ഇന്നിംഗ്സിൽ മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തിയ ഋഷഭ് പന്തും ശുഭ്മാൻ ഗില്ലും എല്ലാം ഈ വിജയത്തിൽ നിർണായകമായി. ബാറ്റുകൊണ്ട് മികച്ച പ്രകടനം നടത്തിയ അശ്വിൻ ബോൾ കൊണ്ടും വിക്കറ്റ് വീഴ്ത്തി ബംഗ്ലാദേശിന്റെ അന്തകനാകുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രകടനം സ്വന്തം മൈതാനത്ത് സ്വന്തം കാണികളുടെ മുൻപിൽ ഇതിലും വലിയൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനില്ല. എന്തുകൊണ്ടും രവിചന്ദ്രൻ അശ്വിന് ഈ ചെന്നൈ ടെസ്റ്റ് മെമ്മറബിൾ മൂവ്മെന്റ് ആണ്. രണ്ടാം ടെസ്റ്റ് 27-ന് കാൺപൂരിൽ ആരംഭിക്കും. രണ്ടാം ടെസ്റ്റിനുള്ള സ്ക്വാഡിനെ BCCI പ്രഖ്യാപിച്ചു. നിലവിലൊരു മാറ്റവുമില്ലാതെയാണ് ആ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിലവിൽ ഈ സ്ക്വാഡ് തന്നെയാണ് രണ്ടാം ടെസ്റ്റിലും ഉണ്ടാവുക. രണ്ട് ടെസ്റ്റുകളുടെ പരമ്പരയിൽ 1-0 ഇപ്പോൾ ഇന്ത്യ മുൻപന്തിലാണ്. അശ്വിന് പുറമെ സെഞ്ചുറി നേടിയ ഋഷഭ് പന്തും ശുഭ്മാൻ ഗില്ലും അതുപോലെ ജസ്പ്രീത് ബുംറ തുടങ്ങിയ താരങ്ങളെല്ലാം മികച്ച പ്രകടനം നടത്തി. കൂടാതെ ഫീൽഡിംഗിലും ഇന്ത്യ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യയുടെ ബോളർമാരിൽ വിശ്വാസമുണ്ടായിരുന്നു. പതിവ് തെറ്റിക്കാതെ മികച്ച പ്രകടനമാണ് ബോളർമാർ നടത്തിയത്. അവർ അഭിനന്ദനം അർഹിക്കുന്നു. ബോളിംഗിനെ ശക്തമാക്കാൻ മാത്രമാണ് താൻ ശ്രമിച്ചതെന്നും താരം പറഞ്ഞു. ബാറ്റിംഗിലും ബോളിംഗിലും ചെന്നൈ പിച്ചിൽ ക്ഷമ അത്യാവശ്യമാണ്. ഈ കളിയിൽ ഇന്ത്യക്ക് മുൻതൂക്കം നൽകിയത് ഇത് തന്നെ. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.